dears, welcome back to our channel. നമ്മൾ സ്പെഷ്യൽ വീഡിയോ ഇത് സെക്കൻഡ് വീഡിയോ ആട്ടോ. അത് ബ്ലൗസിൻ്റെ വീഡിയോ ആണ്. പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണ്. സ്കേർട്ടിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. പാർട്ട് 1 ആയിട്ട് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കൂ. വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാനിവിടെ 1 മീറ്റർ കോട്ടൺ സിൽക്കിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ലൈനിങ് ഒന്ന് മാർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം ഏറ്റവും മുകളിലായിട്ട് ഒരു അരയിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നേരെ നീട്ടി വരച്ച് കൊടുക്കുന്നുണ്ട് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാട്ടോ. ഇനി ഷോൾഡറിനായിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നമ്മൾ ബ്ലൗസ് ആയതുകൊണ്ടാണ് അത്രയും കുറച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണേ. ഇനി താഴോട്ട് ആം ഹോളിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കാൻ എഗെയിൻ അതും 6.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചെസ്റ്റും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ചെസ്റ്റ് സെൻറ്ററിൽ നിന്ന് 9 ഇഞ്ച് തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആം ഹോളൊന്ന് വരച്ചിട്ടെടുക്കാം. ഇനി ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബ്ലൗസിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 14 ഇഞ്ചാണ് 14 ഇഞ്ചസാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ലെങ്ത്തിനായിട്ട്. അത് നേരെ ഒന്ന് നീട്ടി വരച്ചു കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഡാർട്ടിന് വേണ്ടിയിട്ട് കേട്ടോ. എഗെയിൻ ഒരു 1.5 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് പ്രിൻസസ് കട്ടിന് ഡാർട്ട് ഇടാൻ വേണ്ടിയിട്ടാണത്. പിന്നെ ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു താഴത്തോട്ട് നമ്മളെ ബെസ്റ്റ് പോയിൻറ്റ് താഴത്തോട്ട് കറക്റ്റ് ഒരു 9 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ 9 മാർക്ക് ചെയ്ത് അവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാ മാർക്കിങ്സോടെ ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ആം ഹോളിൻ്റെ അവിടെ നമ്മളൊരു 1/2 ഇഞ്ച് താഴത്തോട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേ വീഡിയോയിൽ കാണാം. അതേപോലെ തന്നെ 1/2 ഇഞ്ചോടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രിൻസസ് കട്ട് എങ്ങനെ ചെയ്തിട്ടെടുക്കാനുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തേക്കാം, കണ്ടു നോക്കൂ. നെക്കിൻ്റെ വിഡ്ത്തായിട്ട് 5.5 ഇഞ്ച് സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴോട്ടൊരു 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു വി നെക്കായിട്ട് ഇങ്ങനെ വരച്ചെടുക്കുക ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് നെക്കാണ്, അതുകൊണ്ടാണ് ഇത്ര വൈഡായിട്ട് എടുക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ സെക്കൻഡ് നെക്ക് എന്തായാലും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ആം ഹോളിൻ്റെ അവിടെ കുറച്ച് നന്നായിട്ടൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഫ്രണ്ട് പോർഷൻ ആയതുകൊണ്ട് നന്നായിട്ട് കുഴിച്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച് ഇതേ പുറത്തുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്. ഇനി വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. നോർമലി സെൻറ്ററിൽ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ 1.5 ഇഞ്ച് ടാർട്ടിന് പോയല്ലോ. അപ്പോൾ അതുകൂടെ കൂട്ടിയിട്ട് 7ൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് കൂട്ടുക. അങ്ങനെ 8.5 ഇഞ്ച് വേസ്റ്റിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബോഡിയും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് 2 സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് എടുത്തു കേട്ടോ. ഇനി നമ്മൾ മാർക്ക് ചെയ്ത പോർഷൻ കട്ട് ചെയ്തിട്ട് മാറ്റാം. പ്രിൻസസ് കട്ടിൻ്റെ ആ പോർഷൻ കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ ലൈനിങ് കട്ട് ചെയ്ത് മാറ്റി. ഇനി ഈ ലൈനിങ് വെച്ച് മെയിൻ ക്ലോത്തിലും കൂടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതേ മെയിൻ ക്ലോത്തും കൂടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. ആദ്യമായിട്ട് ലൈനിങ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ഇത്രയും കട്ട് ചെയ്ത ആ പോർഷൻ അതേ ഒരുമിച്ച് വെച്ച് വീഡിയോയിൽ കാണിക്കാൻ അതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം 2 സൈഡും. അപ്പോൾ പ്രിൻസസ് കട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് മെയിൻ ക്ലോത്തും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതേ 2 പോർഷനും ഒരുമിച്ച് വെക്കുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സൈഡും പ്രിൻസസ് കട്ടിൻ്റെ അത് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഒരുമിച്ച് വെച്ചതിന് ശേഷം നമുക്ക് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. ലൈനിങ്ങിൻ്റെ നല്ല വശവും മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ഒരുമിച്ച് ചേർത്തതിന് ശേഷം നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതേ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തു. ഇനി ആവശ്യമില്ലാത്ത പോർഷൻ കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് മറിച്ചിടാം. അപ്പോൾ അതേ നമ്മൾ മറിച്ചിട്ടു. ഇനി നമുക്ക് യോക്ക് പോർഷൻ വെച്ച് കൊടുക്കാൻ വേണ്ടി ലൈനിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് ലൈനിങ് ആട്ടോ. ഇതൊരു ബാക്കി വന്ന പോർഷനായിരുന്നു. 2 ലൈനിങ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് 2 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത്ര മാർക്ക് ചെയ്ത് കൊടുക്കാം. കാരണം ഞാൻ കുറച്ച് വലിപ്പം കൂടിക്കോട്ടെ വെച്ചിട്ടാണ്. നമ്മുടെ നോർമൽ നെക്കിനേക്കാളും കുറച്ചുകൂടെ വീതി വേണം. അതിനാണ് 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത സെൻറ്ററിൽ നിന്ന്. ഇനി താഴത്തോട്ടൊരു 13 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും എഗെയിനായിട്ടൊരു വി ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി ബ്ലൗസിലുണ്ടാക്കി ആ ഒരു നെക്കിനേക്കാളും കുറച്ചും വലിപ്പം കൂട്ടിയിട്ട് വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയ മാർക്കിങ്സൊക്കെ എടുത്തിട്ട് നമ്മളൊരു വി പോലെ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് യോക്ക് പോർഷൻ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നെക്കിൻ്റെ വിഡ്ത്തായിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ താഴോട്ട് എഗെയിൻ ഒരു 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളൊരു റൗണ്ട് നെക്കായിട്ട് വരച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ ഇതേ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്കിൻ്റെ പോർഷനിൽ വെച്ച് കൊടുക്കണം. നമുക്ക് ഏതാണ് യോക്ക് പോർഷനിൽ വെക്കേണ്ടത് ആ ഒരു ക്ലോത്തിൽ വെച്ച് കൊടുക്കാറുണ്ട്. നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് 2 സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അത് മറിച്ചുണ്ട് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ.
അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ആദ്യം നെക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ സൈഡിലുള്ള പോർഷനൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ചെറിയ ചെറിയ കട്ട്സ് കൊടുക്കാം. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും കൂടെ അത് ഒരു വി ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ട ഈ ഷോൾഡറിൻ്റെ ഈ ഒരു പോർഷൻ അല്ലേ, അതിലൂടെയാണ് നമ്മളിത് മറിച്ചിടുന്നത്. നമുക്കിതൊന്ന് മറിച്ചിടാം. അപ്പോൾ അതേ നമ്മൾ മറിച്ചിട്ടു. ഇനി നെക്കിലൂടെ സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ അതേ നമ്മൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഈ നമ്മൾ ബ്ലൗസിൻ്റെ പോർഷൻ അതേ ഈ യോക്കിൽ വെച്ച് കൊടുക്കുക. വീഡിയോ കാണാൻ അതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് വി ആയിട്ട് നെക്കിൻ്റെ എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തു കേട്ടോ. അപ്പോൾ അതേ ഉൾവശം എങ്ങനെയാണ് ഉണ്ടാവുക. ഇനി നമ്മളിതിൻ്റെ അടിവശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഈസിക്ക് വേണ്ടിയിട്ട്, പെട്ടെന്ന് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് ഇതേ ലൈനിങ്ങിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അഗെയിൻ അപ്പോൾ ലൈനിങ് രണ്ടാക്കി മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് ഒരു അരയിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരെ നീട്ടി വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് താഴത്തോട്ട് 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് നേരെ നീട്ടി വരച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കിൽ നമ്മൾ ഹുക്കാണ് വെച്ച് കൊടുക്കുന്നത്. അതിനായിട്ട് സെൻറ്ററിൽ നിന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് നേരെ താഴത്തോട്ട് നീട്ടി വരച്ച് കൊടുക്കുക. കാരണം അവിടെ നമുക്ക് ഒന്ന് ഡബിൾ ഫോൾഡൊക്കെ സ്റ്റിച്ച് ചെയ്യണം. അതിനാണ് നമ്മൾ ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എക്സ്ട്രാ. ഇനി സെൻറ്ററിൽ നിന്ന് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്കിനായിട്ട്, നെക്കിൻ്റെ വിടുത്തായിട്ട്. പിന്നെ 6.5 ഇഞ്ച് നമ്മൾ നോർമലി ഷോൾഡറായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 6.5 ഇഞ്ച് തന്നെയാണ് ആം ഹോളായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ടിലത്തെ അതേപോലെ തന്നെ ബാക്കിൽ ചെസ്റ്റിനായിട്ട് ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എഗെയിൻ ആം ഹോൾ വരച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രണ്ടിലാണ് എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ കേട്ടോ ചെയ്യുന്നത്. ഇനി താഴെ നമുക്ക് വേസ്റ്റിനായിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ചെസ്റ്റിൻ്റെ ആ പോർഷനായിട്ടൊന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച് ആം ഹോളിൻ്റെ അവിടെ തയ്യൽ തുമ്പ് വിടുന്നുണ്ട്. അതേപോലെ ബോഡിയിൽ നമ്മളൊരു 1.5 ഇഞ്ചോളം വിടുന്നുണ്ട് തയ്യൽ തുമ്പ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ടാൽ മതി. പിന്നെ താഴത്തോട്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 4 ഇഞ്ച് തന്നെയാണ് നെക്ക് താഴത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ബാക്കിൽ കറക്റ്റ് റൗണ്ട് അല്ല ചെയ്തിട്ടെടുക്കുന്നത്, ഒരു യു പോലത്തെ ഒരു നെക്കാട്ടോ ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 സൈഡിലും മാർക്ക് ചെയ്തതിന് ശേഷം തന്നെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. മെയിൻ ക്ലോത്തും ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി റൈറ്റ് സൈഡിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യുക, പിന്നെ സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൻ്റെ നെക്ക് മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്താൽ മതി. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ അതേ നമ്മൾ ആവശ്യമില്ലാത്ത പോർഷനെ കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് ഇതൊന്ന് മറിച്ചിടുന്നുണ്ട്. ഇനി നമ്മൾ റൈറ്റ് സൈഡിൻ്റെ നെക്കിൻ്റെ എഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് താഴത്തോട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ലെഫ്റ്റ് സൈഡിൻ്റെ ആണെങ്കിൽ നെക്കിലൂടെ മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിനി റൈറ്റ് സൈഡ് മാറ്റി വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ ഇതേ കറക്റ്റ് 2 ഇഞ്ചാണ് നമ്മൾ സെൻറ്ററിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അഗെയിൻ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 ഇഞ്ചിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴത്തോട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എക്സ്ട്രാ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതേ എക്സ്ട്രാ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് 2 ഇഞ്ച് വീതിയുള്ള ക്ലോത്തായിട്ട് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതേ വീഡിയോയിൽ കാണിക്കുന്നത് അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തു. ഇനി ഇത് മൊത്തം ഒന്ന് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഇതിൻ്റെ എഡ്ജ് വശം മാത്രം ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ ഇച്ചിരി കട്ടിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ ഇങ്ങനെ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇത് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. വീഡിയോയിൽ കാണിക്കാൻ അതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടെടുത്തു. ഇതൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ഒരുമിച്ച് വെച്ച് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വെച്ച് ഷോൾഡറിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഇനി ബാക്കിൻ്റെ അടിവശം ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് വെച്ചിട്ട് തന്നെയാണ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ഒന്ന് മാറ്റി വെച്ചു. അപ്പോൾ ഇനി അടിവശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യം നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം ഡബിൾ ഫോൾഡ് ചെയ്തിട്ട്. എന്നിട്ട് നമുക്ക് നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മളിത് ഒരുപാട് വീഡിയോയിൽ കാണിക്കാതെ പെട്ടെന്ന് കാണിക്കുന്നത്. അപ്പോൾ അതേ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എഗെയിൻ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ബോക്സ് പോലെ കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ നമ്മൾ അടിവശം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിന് സൈഡ് നമ്മൾ ബോഡിയും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ലീവ് വെക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, കാരണം ഒരുപാട് വീഡിയോസിൽ കാണിച്ചുകൊണ്ടാണ് സ്ലീവ് വെക്കുന്നത് കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും പഫ് സ്ലീവ് എങ്ങനെയാണ് വെക്കുകയെന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ കണ്ടു നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുള്ളായി, ഹെൽപ്ഫുള്ളായി എന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയാം. സോ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ദ നെക്സ്റ്റ് വീഡിയോ.
ബൈ.